നമ്മെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ആകട്ടെ നമ്മെ തകർത്ത് കളയാൻ വേണ്ടി ആഗ്രഹിച്ച് ഓടി നടക്കുന്നവരുടെ മുൻപിൽ നാം തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. അത് നമ്മുടെ ബുദ്ധി കൊണ്ടോ കോപം കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ പണം കൊണ്ടോ തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പ്രതികാരം വീണ്ടും വലിയൊരു പരാജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്നാൽ പ്രതികാരത്തിനു പകരം പ്രാർത്ഥനയിലേക്ക് നാം കയറിയാൽ, പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർന്നു പൊങ്ങുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ നാമും ദൈവവുമായി മാത്രം ബന്ധത്തിലേക്ക് നാം കയറിയാൽ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുന്നവനെ വിജയിപ്പിക്കും. പ്രതികരിക്കാൻ വളരെ എളുപ്പമാണ്, പ്രാർത്ഥിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രതികാരം നമ്മെ പരാജയത്തിലേക്കും പ്രാർത്ഥന നമ്മെ വിജയത്തിലേക്കും കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ആരിൽ നിന്നും പ്രശ്നങ്ങൾ വന്നാലും പ്രതികരിക്കാൻ നിൽക്കരുത്. പ്രാർത്ഥന മുറിയിൽ കയറുക. ഈ പ്രശ്നം ഉണ്ടാക്കിയവർ തന്നെ നമ്മുടെ അടുത്ത് വന്ന് സന്തോഷത്തോടു കൂടെ നിൽക്കുന്ന ഒരു ദിവസം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവനെ വിജയിപ്പിക്കുന്ന ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തുക. നീ വിജയിച്ചിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.